മകരജ്യോതി ദർശിക്കാൻ പുല്ലുമേട്ടിൽ മാത്രം എത്തിയത് ആയിരങ്ങൾ. 7245 ഭക്തർ പുല്ലുമേട്ടിൽ എത്തിയപ്പോൾ 6420 പേർ ജ്യോതി ദർശിച്ചതായും ഔദ്യോഗിക കണക്ക്. ജില്ലാ കളക്ടറും റേഞ്ച് DIGയും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെ പുല്ലുമേട്ടിൽ സന്നിഹിതരായിരുന്നു. ദിവസം മുഴുവൻ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വൈകിട്ട് 6:45 മകരജ്യോതി തെളിഞ്ഞത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം എത്തിയ ആയിരക്കണക്കിന് ഭക്തർ ശരണം വിളികളോടെ മകരജ്യോതി വണങ്ങി. 7245 ഭക്തരാണ് ഇത്തവണ മകരജ്യോതി ദർശനത്തിനായി പുല്ലുമേട്ടിൽ എത്തിയത്. സത്രം വഴി 3360 പേരും കോഴിക്കാനം വഴി 1885 പേരും എത്തി. ശബരിമലയിൽ നിന്നും പാണ്ടിത്താവളം വഴി 2000 പേരാണ് എത്തിയത്. പരുന്തുംപാറയിൽ 2500 പേരും പാഞ്ചാലിമേടിൽ 1100 പേരും മകരജ്യോതി ദർശിക്കാൻ എത്തിയിരുന്നു. ഇവിടങ്ങളിലെല്ലാം മകരജ്യോതി സന്ധ്യ അയ്യപ്പന്മാരുടെ ശരണം വിളികളാൽ മുഖരിതമായി. ജ്യോതി ദർശന ശേഷം 7 മണിയോടെ പുല്ലുമേട്ടിൽ നിന്നും ഭക്തജനങ്ങൾ തിരിച്ചിറങ്ങി. സ്വാമിമാരുടെ വലിയ തിരക്ക് പ്രതീക്ഷിച്ച് വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയ ഇടുക്കി ജില്ലാ കളക്ടർ B. വിഘ്നേശ്വരി, എറണാകുളം റേഞ്ച് DIG സതീഷ് ബിനോ, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ്, സബ് കളക്ടർമാരായ അനുരാഗ് ഗാർഗ്, VM ജയകൃഷ്ണൻ, കട്ടപ്പന ASP രാജേഷ് കുമാർ, ADM ഷൈജു P. ജേക്കബ്, ഫ്ലൈയിങ് സ്ക്വാഡ് DFO വിനോദ് കുമാർ, മറ്റ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവരും പുല്ലുമേട്ടിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള മിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.